പാട്ടിന്റെ കുന്നിമണിച്ചെപ്പ് തുറന്ന് കൂട്ടുകൂടിയ മലയാളത്തിന്റെ സ്വന്തം കുട്ടിപ്പാട്ടുകാരുടെയും മനോഹര വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വരസന്ധിയിലെ സ്നേഹ സാന്നിധ്യമായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. സംഗീതാമൃതം പൊഴിഞ്ഞ മധുരവേദിയിലേക്ക് എത്തുന്നു ദേവനന്ദ. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ഉഗ്രൻ പച്ചക്കളറാണല്ലോ, ഉഗ്രൻ പച്ചക്കളർ, നല്ല ഭംഗി, കണ്ണിന് നല്ല അട്രാക്ഷൻ ഉള്ള പച്ചക്കളർ. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? വീണേ വീണേ വീണക്കുഞ്ഞ്. നല്ല പാട്ടാ. കവാലം നാരായണപ്പണിക്ക് സാർ എഴുതിയിട്ട് ജാനകിയമ്മ പാടിയ ഒരു പാട്ട് അല്ലേ? രാജാ സാറിന്റെ സംഗീതം. എങ്ങനെ പാടിയിരിക്കുന്നല്ലേ, കേട്ടില്ലേ? കുറേ തവണ കേട്ട്. മോൾ അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, എങ്കിലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ജാനകിയമ്മയുടെ ആ ഫീലൊക്കെ ഉണ്ടല്ലോ, പല സ്ഥലത്തും കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഫീല് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എക്സൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞാൻ ഫീൽ എന്ന് പറയുന്നത് ഡൈനാമിക്സ്, ഏറ്റക്കുറച്ചിലുകൾ. തുടങ്ങിയാലോ? തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാം.
ഉണരും വീണേ 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 വീണക്കുഞ്ഞേ നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ കൊഞ്ചടി കൊഞ്ചടി വായ്ത്താരേ കൊഞ്ചടി കൊഞ്ചടി വായ്ത്താരേ വീണേ വീണേ വീണക്കുഞ്ഞേ നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ. അരേ വാ Thank you, sir. വേണ്ടേ, ഇങ്കിങ്ക് വേണ്ടേ, ഉമ്മ വേണ്ടേ, പൊന്നുമ്മ വേണ്ടേ, തങ്കക്കുടത്തിന്റെ നാവും ദോഷം തീരാൻ അമ്മ പാടാം നാവൂറ് പാട്ട് തോളും മേലേറ്റി തൊട്ടിലാട്ടി. കുറച്ചൊരു ശരിയാക്കാനുണ്ടായിരുന്നു. ശരിയായില്ലേ? പാടാവുന്ന എന്താ പാടാവുന്ന സ്ഥലത്ത് ആ പാടാമുണ്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതെ. ദാ, കൃത്യമായിട്ട് പാടാം. അതെ. ഉണ്ടോ? ആ, ഉണ്ട്. റിഹേഴ്സൽ താഴെ സമയത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. അതെ. പൊന്നരഞ്ഞാണ്. കാണുന്നില്ല. ആ നല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ സാരമില്ല. പാടാം പൊന്നരഞ്ഞാണം ഇത് രണ്ടുമാണ്. മോക്ക് തന്നെ മനസ്സിലായല്ലോ. അതൊരു സ്ലിപ്പായി പോയതല്ലേ, സാരമില്ല പോട്ടെ. പക്ഷെ ടോട്ടാലിറ്റി നോക്കുമ്പോഴത്തേക്ക് അതിമനോഹരമായിട്ട് എന്നെ മോള് പാടിയിട്ടുണ്ട് കേട്ടോ. ജാനകി അമ്മ പാടിയ ചില വീണേ അതൊക്കെ അങ്ങനത്തെ ഉള്ള ഡൈനാമിക്സ് ഒക്കെ കൊടുത്ത് നല്ല ശബ്ദമാണ് മോളുടെ. ബേസിക്കലി നല്ല വോയിസ് ആണ്, നല്ല ഒരു ക്ലാരിറ്റി ഉണ്ട്. ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിച്ചാല് ഹി വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ വോയിസ്. അതാണ് അതിന്റെ മെയിൻ കാര്യം. കാരണം അതൊരു ലോ റേഞ്ച് ആണ്, അതൊരു ഹൈ പിച്ചിൽ പോകുമ്പോഴത്തേ അവിടെ ഇതുണ്ട് എന്നൊന്നും പറയത്തില്ല. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ പെർഫെക്റ്റ് വോയിസ്. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് Thank you, sir. അങ്ങനെ ഒരു ശബ്ദം കിട്ടുന്നത്. അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലമാണ് പ്രശ്നമായിട്ട്. അത് മോള് തന്നെ പറഞ്ഞു പോട്ടെന്ന്, അത് സാരമില്ല. അത് വിട്ടു പക്ഷെ നമ്മളതെ ടോട്ടലായിട്ട് ഇത്രയും മനോഹരമായിട്ട് പാടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പാടാം പൊന്നരഞ്ഞാനം പിടിച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമല്ല മോള് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചില ഇളവുകൾ തരുന്നതാണ്. കാരണം നല്ല രീതിയിൽ പാടുന്നൊരു കുട്ടിക്ക് അവിടെ ഇവിടെയൊക്കെ ശക്കലം തെറ്റുകൾ വന്നാൽ പോലും നമ്മളങ്ങനെ ഒന്നും വേദനിപ്പിക്കാറില്ല എന്നാണ് വിശ്വാസം. ആണോ? ആണ്. അപ്പോൾ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു Thank you, sir. ഫോർ യുവർ നൈസ് റെൻഡിഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. Thank you, sir. നന്നായിരുന്നു, ഉഗ്രനായിട്ട് പാടി. Thank you, എനിക്ക് sir. വളരെ 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 ഇഷ്ടപ്പെട്ടു. Thank you, sir. ഒന്നാമത്തിന് എനിക്ക് കുട്ടിക്കാലം മുതൽ വളരെ ഇഷ്ടമുള്ള പാട്ടാണ് ഇതും. രാജ സാർ ചെയ്ത് ജാനകിയമ്മ പാടിയത് ഈ പാട്ടും പിന്നെ കിളിയേ കിളിയേ ആ പാട്ടും വളരെ ഇഷ്ടമാണ് കുട്ടിക്കാലം മുതൽ. അപ്പോൾ ഞാനും എൻ്റെ വകയും ഒരു നന്ദി അറിയിക്കുകയാണ്. ഈ പാട്ടൂടെ ഒന്ന് പാടി ഞങ്ങളെല്ലാം സന്തോഷിപ്പിച്ചാൽ. Thank you, sir. ഉഗ്രനായിരുന്നു കേട്ടോ. ഇത് തന്നെ ആ ഒരു പാടാം പൊന്നരഞ്ഞാണം, അല്ലാതെ വേറൊന്നുമില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ചെറിയൊരു സ്ലിപ്പാണ്. റിഹേഴ്സലിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്തായിരുന്നു. എത്ര നാളും വരുന്നുണ്ടായിരുന്നു പാടാം. പിന്നെ എന്താ പറ്റിയത്? ആ, എന്തായാലും അത് സ്വന്തമായിട്ട് റിയലൈസ് ചെയ്തല്ലോ. അവസാനം പാടിക്കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചതിന് ശേഷം മോള് പാടാം, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നല്ലോ, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ചിന്തയുള്ളത് ശരിയാക്കാമായിരുന്നു. ഇപ്പൊ സ്റ്റുഡിയോയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ആ പാടി ശരിയാക്കാവുന്നതേ ഉള്ളൂ, പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ അതങ്ങനെ അടിപൊളിയായി, സൂപ്പർ. Thank you, sir. കളിക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഫീൽ ആ ഹസ്കി ആയിട്ട് പാടുന്ന ഭാഗമൊക്കെ ജാനകിയമ്മ കൊടുത്ത പോലെ തന്നെ ചെയ്തു. Thank you, sir. ഓക്കെ Thank you. ഓക്കെ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. Thank you, sir. ഗോഡ് ബ്ലെസ് യു. Thank you. നല്ല സൗണ്ട്, നല്ല ഉച്ചാരണം, നല്ല ഭാവം. ഏറ്റവും കൂടുതൽ അതാണ് എടുത്ത് പറയേണ്ടത്. നല്ല ഭാവം, ടൈമിങ് എല്ലാം സൂപ്പർ. Thank ഇനി you, എന്ത് ma'am. പറയാനാണ്? അത് മാത്രമല്ല മോളുടെ ആ ഒരു സ്പിരിറ്റ്, അതായത് ഒരു നല്ല സിംഗറാണ്, ഇനിയും നല്ല സിംഗറാകാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണവും കൂടിയാണ്. അതിൽ ഞാൻ സ്വന്തമായിട്ടൊരു ക്രിട്ടിക്കാകുക എന്നുള്ളത് എല്ലാവർക്കും അത് സാധിക്കുന്ന കാര്യമില്ല. നമുക്ക് എവിടെയൊക്കെ വന്നു, അപ്പം ഞങ്ങൾ ഇത്രയും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് പോലും. പക്ഷേ മോൾ അത് ഇനിയും നന്നാക്കണം എന്നുള്ള ഒരു ചിന്തയുള്ളത് അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യം അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളത്, നമ്മളെല്ലാവരും വെറും മനുഷ്യരാണ്. പെർഫെക്ഷൻ 100% ആർക്കും വരുത്താൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റില്ല, അതിൻ്റെ പേരിൽ പിന്നെ വിഷമിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് സിംഗേഴ്സിനെ എനിക്കറിയാം. അത് പക്ഷേ പിന്നീട് അടുത്ത ഒരു പാട്ട് പാടാൻ നേരത്ത് അത് അവരുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും.
അപ്പോൾ പാടുമ്പോൾ വീണ്ടും ഒന്നിന് പകരം 2 തെറ്റാവും. അതുകൊണ്ട് അങ്ങനെ തിങ്ക് ചെയ്യണ്ട. ഞങ്ങളുടെ ഗുരുജിയുണ്ട്, ഗുരുജി ബാലമുരളീകൃഷ്ണ ഗുരുജി പറയും, തെറ്റ് പാടിക്കഴിയുമ്പോൾ തെറ്റിനെ അങ്ങ് എൻജോയ് ചെയ്യുക. ഹായ്, ഞാൻ തെറ്റ് പാടി. ആ ഒരു തെറ്റിനെ എൻജോയ് ചെയ്യാൻ പഠിച്ചാൽ പിന്നീട് ആ തെറ്റ് വരുമോ ഇല്ലയോ, വരുമോ ഇല്ലയോ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ പാടത്തില്ല. വന്നു അത്ര തന്നെ. പക്ഷെ ചില നേരം നമ്മളെ ആ ഒരു അയ്യോ തെറ്റുമോ എന്നുള്ള ഒരു കൂടുതൽ പേടി വരുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, 2-3 ദിവസമൊക്കെ ഉറക്കം വരികയല്ല നീ. അതായില്ലേ ഇവിടെ നീ ഇപ്പോൾ 2-3 ദിവസം അയ്യോ ഞാനിവിടെ എന്നാലും അത് അങ്ങനെ ചിന്തിക്കേണ്ടെന്നാണ് കേട്ടോ ആൻറ്റി പറഞ്ഞത്. മോൾ ആ ഉഗ്രൻ സിംഗറല്ലേ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. Thank you, ma'am. So today we are giving you 100 out of 100. Thank you, sir. ആദ്യ ഒരു കാവാലം പൂക്കുറ്റി. Thank you. കുട്ടി, കൺഗ്രാറ്റ്സ്. പാടം പൂട്ടു നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാം, മുത്തുപോലെ നിന്നെ നെഞ്ച് കാത്തു വച്ചോളാം, പൊട്ടു തൊട്ട നിൻ പട്ടു നെറ്റി ഉമ്മ വച്ചോളാം, പവിഴ ചുണ്ടില് പനന്നുങ്കില് പാൽ കറന്നോളാം. പാടം പൂത്തു നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാം, മുത്തുപോലെ നിന്നെ നെഞ്ച് കാത്തു വച്ചോളാം. പാടം പൂത്തു നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാം, മുത്തുപോലെ നിന്നെ നെഞ്ച് കാത്തു വച്ചോളാം, വച്ചോളാം.
പൂത്തു നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാം മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വച്ചോളാം പൊട്ടു തൊട്ട നിൻ പട്ടു നെറ്റി ഉമ്മ വച്ചോളാം പവിഴ ചുണ്ടില് പനന്നുകിലെ പാൽ കറന്നോളാം നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു കളർഫുൾ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.